വളരെ സഹതാപത്തോടെ സ്നേഹത്തോടെ എൻ്റെ ടീനേജിലുള്ള പെങ്ങന്മാരോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. വേറൊന്നുമല്ല, കുറച്ച് തിന്നാൽ ഞാൻ സുന്ദരിയാ, ആഹാ ശരീരം മെലിഞ്ഞ അട്രാക്റ്റീവാ, എല്ലാവരും നോക്കും എന്നെ. തെറ്റായിട്ടുള്ളൊരു ധാരണ കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ആര്? ഈ പുതിയ തലമുറയിലെ നമ്മളെ മലയാളി പെൺകുട്ടികൾ. ഇപ്പം നമ്മളെ കുട്ടികളെ കണ്ടില്ല നിങ്ങൾ, മെലിഞ്ഞൊട്ടി. നിങ്ങളെ വിചാരം അത് വലിയൊരു സംഭവമാണ് അല്ലേ? ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണത്, ശരീരം മെലിയിക്കുക. അതിന് വേണ്ടിയിട്ട് ഭക്ഷണം പാടെ ഒഴിവാക്കുക. നിങ്ങളെ വീട്ടിലൊക്കെ ഒരു 13നും 20നും ഇടയ്ക്കുള്ള പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ അല്ലേ? അവരിപ്പോൾ പഴയ പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? മെലിയാൻ വേണ്ടിയിട്ടേ, ഭംഗി കൂട്ടാനേ. ഇതിൻ്റെ ഭവിഷ്യത്ത് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ, എൻ്റെ പെൺകുട്ടികൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് ഈ ട്രെൻഡ് സ്ലിം ബ്യൂട്ടി എന്നുള്ള പേരിൽ ഒട്ടും ആരോഗ്യകരമല്ലാത്ത രീതിയിൽ തടി കുറക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അവിടെ ഇല്ലാണ്ടായി പോവാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ, ഏറ്റവും പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇത് 3 അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ എന്താ? ഭക്ഷണം. ഈ ഭക്ഷണം നിങ്ങൾ പാടെ ത്യജിക്കുക. തീർത്തും അനാരോഗ്യകരമായ രീതിയിൽ ഈ ഭക്ഷണം നിങ്ങൾ ഒഴിവാക്കുമ്പോൾ നിങ്ങളെ ശരീരത്തിൽ വേണ്ട പ്രോട്ടീന്, വേണ്ട വിറ്റാമിൻ ഡി, കാൽസ്യം എല്ലാം നമുക്ക് എന്ത് ചെയ്യാണ്? കിട്ടാതെ പോവാണ്. നമ്മുടെ അസ്ഥി ബലം കുറയാണ്, അസ്ഥികൾക്ക് ബലക്ഷയം വരികയാണ്. പിന്നെ ബോയ്സിനെ പോലെയല്ല, ഗേൾസിന് ഒരുപാട് നിങ്ങളുടെ പീരിയഡ്സിലുണ്ടാവുന്ന ഇറഗുലാരിറ്റി, അതുപോലെ പീരിയഡ്സ് നിന്ന് പോവുക, PCOS പോലെയുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് ആരോഗ്യകരമായിട്ടുള്ള നിങ്ങൾക്ക് മാത്രം ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതിലൊക്കെ ഇംബാലൻസ്ഡ് ആയിട്ട് മാറുകയാണ്. നിങ്ങൾ അതൊക്കെ ചിന്തിക്കാറുണ്ടോ? നിങ്ങളൊക്കെ നാളെ കല്യാണം കഴിച്ച് പ്രഗ്നൻസി കാര്യങ്ങളെല്ലാം നിങ്ങൾ നേരിടേണ്ട ആൾക്കാരാണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരികയാണ്. വിറ്റാമിൻ ഡി കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ശോഷിപ്പ് വരികയാണ്. എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയോ? നിങ്ങൾക്ക് ഈ മൂഡ് സ്വിങ്സ്, ഹോർമോണൽ ഇംബാലൻസ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സിലേക്ക് നിങ്ങൾ പോവും. സ്ട്രെസ്, ആങ്സൈറ്റി നിങ്ങൾക്ക് കൂടും. നിങ്ങൾക്ക് ഒരു സാഹചര്യത്തിൽ നേരിടാൻ പറ്റാത്ത മാനസിക അവസ്ഥയിലേക്ക്, മാനസിക സംഘർഷത്തിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കും നിങ്ങളുടെ ഈ ദുശീലം. എന്താ? ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ള ഒറ്റ ചീത്ത കാര്യം. നിങ്ങൾ കാലഘട്ടത്തിനൊപ്പം പോകുമ്പോൾ, ട്രെൻഡിനൊപ്പം പോകുമ്പോൾ ആരോഗ്യം എന്ന മെയിനായിട്ടുള്ള ഘടകത്തിന് പ്രാധാന്യം കൊടുക്കണം. എന്തായാലും ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ പോകുന്ന രീതി ഒട്ടും ശരിയല്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഡയറ്റീഷ്യനെ കാണാം, എനിക്കൊന്ന് സ്ലിം ആവണം, ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കൺട്രോൾ ചെയ്യേണ്ടത്, ആ രീതിയിൽ നിങ്ങൾ മാറുക. അല്ലാണ്ട് നിങ്ങൾ തോന്നിയ പോലെ അടുക്കളയിലേ കയറാതെ, പാത്രത്തിലേക്ക് നോക്കാതെ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ മക്കളെ, സ്ലിം ബ്യൂട്ടി എന്നുള്ള നിങ്ങളുടെ മോഹമൊക്കെ ഒരു 10-30 വയസ്സാകുമ്പോഴത്തേന് അവസാനിക്കൂട്ടോ. ആരോഗ്യം ശ്രദ്ധിക്കുക എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോടാണ്.